നമ്മുടെ SSLC ഇംഗ്ലീഷ് എക്സാമിന് ഗ്രാമർ പോർഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നൊരു ടോപ്പിക്കാണ് ഹാഡ് ബെറ്റർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺവെർസേഷൻ കംപ്ലീഷനകത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാധനം നിങ്ങൾക്ക് വരുന്നത്. അപ്പം അവിടെ നമുക്ക് എന്താണ് ഒരു മാർക്കിൻ്റെ ഒരു ഓപ്ഷനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ABCD എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു മാർക്കിന് നമുക്ക് വരുന്ന സാധനമാണ് ഏത്, ഹാഡ് ബെറ്റർ എന്ന് പറയുക. അപ്പോൾ സിമ്പിളാണ്, ഒന്നുമില്ല. ഒരു സെൻറ്റൻസിനകത്ത് നിങ്ങൾ ഹാഡ് ബെറ്റർ കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം വെർബിൻ്റെ എന്ത് എഴുതാൻ പാടുള്ളൂ, V1 റൂട്ട് ഫോം. അപ്പം ഈ റൂട്ട് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിൻ്റെ ഡു ഫോം, അതായത് ഇപ്പം ഞാനിവിടെ പ്ലേ എന്ന് എഴുതി, പ്ലേ എന്താണ്, പ്ലൂറലാണ്, ഡു ഫോമാണ്. എന്നാൽ അതേപോലെ ഞാൻ അവിടുത്തെ എന്ത് എഴുതുന്നുണ്ട്, പ്ലേസ് എഴുതുന്നുണ്ട്. പ്ലേസ് എന്ത് ഫോമാണ്, പ്ലേസ് ഡസ് ഫോമാണ്. ഈ പ്ലേസ് എന്തുമാണ്, സിംഗുലറുമാണ്. എന്നാൽ ഈ പ്ലേയും പ്ലേസും രണ്ടും എന്താണ്, V1 ആണ്. ഓക്കെ, രണ്ടും V1 ആണ്. പക്ഷേ ഈ V1 ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എപ്പോഴും എന്ത് ഫോമാണ്, ഡു ഫോം. അപ്പം പ്ലൂറലായിട്ടുള്ള പ്ലേ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. അതേപോലെ ഈറ്റ്, ജമ്പ്, ഓക്കെ, റൈറ്റ്, സ്റ്റഡി, ഗോ, ഈ സാധനങ്ങളൊക്കെ എന്താണ്, ഇതെല്ലാം പ്ലൂറലാണ്, ഡു ഫോമാണ്. ഇവയെല്ലാം എന്താണ്, റൂട്ട് ഫോമുമാണ്. എന്തുവാണ്, റൂട്ട് ഫോം. അപ്പം ഇങ്ങനെയുള്ള ഡു ഫോമിലെ വേർബ്സാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുക, ഹാഡ് ബെറ്ററിന് ശേഷം ഉപയോഗിക്കുക. ഓക്കെ, അപ്പം യു ഹാഡ് ബെറ്റർ ഗോ ദെയർ. ഇവിടെ ഗോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് ഡു ഫോമാണ്. ഡു ഫോം എന്ന് പറഞ്ഞാൽ അതെന്തുവാണ്, റൂട്ട് ഫോമാണ്. ഓക്കെ, അടുത്ത് ഐ ഹാഡ് ബെറ്റർ ഗെറ്റ് ബാക്ക് ടു വർക്ക്. ഇവിടെ ഗെറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, V1 ആണ്, ഡു ഫോമാണ്, അത് റൂട്ടുമാണ്. ഓക്കെ, ഇനി അടുത്ത് വി ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ. ഇവിടെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡു ഫോമാണ്, അതുകൊണ്ട് തന്നെ അതെന്ത് ഫോമാണ്, റൂട്ട് ഫോമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഇതിനെ വായിക്കേണ്ടത് ഐ ഹാഡ് എന്നാണ്, ഇതിനെ വായിക്കേണ്ടത് വി ഹാഡ് എന്നാണ്. ഹാഡിൻ്റെ ഷോർട്ടാണ് കേട്ടോ അത്. ഓക്കെ, അപ്പം ഈ ബെറ്റർ നോക്കുക. ഓക്കെ, ബെറ്റർ ഉണ്ടെങ്കിൽ അതെങ്ങനെ വായിക്കുക, ഹാഡ് എന്ന് വായിക്കുക. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഒരു മാർക്ക് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് മേടിക്കാൻ പറ്റും. ഓർത്ത് വയ്ക്കുക, ഹാഡ് ബെറ്ററിന് ശേഷം വെർബിൻ്റെ റൂട്ട് ഫോം, അതായത് വെർബിൻ്റെ ഡു ഫോം എന്ത് ചെയ്യാൻ പാടുള്ളൂ, എഴുതാൻ പാടുള്ളൂ.